ഹലോ എജു വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ കഴിഞ്ഞ CSEB എക്സാമിന് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്: കേരള കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ. കേരള കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ഡാഷ്. ഓപ്ഷൻസ് നിങ്ങൾ നോക്കുക. അതിൽ കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഏപ്രിൽ 1980 ആണ്. കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ ഏപ്രിൽ 1980, 1980 കേരള മിൽക്ക് കോപ്പറേറ്റീവ് ഫെഡറേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: ഡാഷ് വാസ് സെറ്റപ്പ് ഇൻ 1960 ആൻഡ് ഈസ് അഡ്മിനിസ്ട്രേറ്റ് അണ്ടർ മൾട്ടി കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്. അതായത് 1900 താഴെ കൊടുത്തിരിക്കുന്നതിൽ 1960 എസ്റ്റാബ്ലിഷ് ചെയ്തതും മൾട്ടി കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരം പ്രവർത്തിക്കുന്നതുമായിട്ട് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്താണ്? ഓപ്ഷൻ എ ആണ്. നാഷണൽ കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഫെഡറേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ കോപ്പറേഷൻ ഇൻക്ലൂഡഡ് ഇൻ ദ ഡാഷ് ഷെഡ്യൂൾ. അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ കോപ്പറേഷൻ ഏത് ഷെഡ്യൂളാണ് ഉള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഓപ്ഷൻ സി ആണ്, 7ാമത്തെ ഷെഡ്യൂളാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ഹൂ ഈസ് ദ പ്രസൻറ്റ് ചെയർമാൻ ഓഫ് NCUI. NCUIയുടെ പ്രസൻറ്റ് ചെയർമാൻ ആരാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഡോക്ടർ ചന്ദ്രപാൽ സിംഗ് യാദവ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ഹൂ ഈസ് ദ പ്രസൻറ്റ് ചെയർമാൻ ഓഫ് കൺസ്യൂമർ ഫെഡ്. കൺസ്യൂമർ ഫെഡിൻ്റെ പ്രസൻറ്റ് ചെയർമാനാണ് ശ്രീ M മെഹബൂബാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പോൾ നമ്മൾ ഇനി വരുന്ന എല്ലാറ്റിൻ്റെയും മീൻസ് ഇപ്പോൾ ഏതൊരു സൊസൈറ്റി ആണെങ്കിലും ഏതൊരു ബാങ്ക് ആണെങ്കിലും പ്രസൻറ്റ് ചെയർമാനൊക്കെ ഒന്ന് നോക്കിക്കൊണ്ട് പോകുന്നത് നല്ലതായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ദ കോപ്പറേറ്റർ ഈസ് ദ മന്ത്ലി ജേർണൽ പബ്ലിഷ്ഡ് ബൈ. ദ കോപ്പറേറ്റർ ആണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്താണ്? NCUI ആണ്. NCUIയുടെ മന്ത്ലി പബ്ലിക്കേഷനാണ് ഇത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം: ഹൂ ഈസ് കൺസിഡേർഡ് ആസ് ഫാദർ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടിലെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ ഫാദർ ആര് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. എന്താണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? റോബർട്ട് ഓവൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: വേർ ഈസ് ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ICA. ICAയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ജനീവയാണ്. നെക്സ്റ്റ് വൺ ആണ്: ഹൗ മെനി ഷെഡ്യൂൾഡ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സ് ആർ ദർ ഇൻ കേരള. അതായത് കേരളത്തിൽ എത്രയാണ് ഷെഡ്യൂൾഡ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് ഉള്ളതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഒന്നുമില്ല. അതാണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം: IFFCO വാസ് രജിസ്റ്റേർഡ് ഓൺ ഡാഷ് ആസ് എ മൾട്ടി കോപ്പറേറ്റീവ് സൊസൈറ്റി. അതായത് IFFCO എപ്പോഴാണ് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആയിട്ട് രജിസ്റ്റേർഡ് ചെയ്തതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. എപ്പോഴാണ്? November 3, 1967. November 3, 1967 നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ദ റോക്കഡെയിൽ സൊസൈറ്റി ഓഫ് ഇക്വിറ്റബിൾ പയനിയേഴ്സ് വെർ ഫോംഡ് ഇൻ. റോക്കഡെയിൽ സൊസൈറ്റി എപ്പോഴാണ് ഫോം ചെയ്തിരിക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. 1844. അപ്പോൾ കഴിഞ്ഞിട്ടുള്ള എന്താണ് നമ്മുടെ CSEB എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ കോപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ വളരെ വളരെ നല്ല ക്വസ്റ്റ്യൻസാണ്. അതിൽ മാത്സൊക്കെ ആയിരുന്നു കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം: ദ ഫസ്റ്റ് ലാൻഡ് മോർഗേജ് ബാങ്ക് സ്റ്റാർട്ടഡ് ഇൻ ഇന്ത്യ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ പഞ്ചാബ് ഇൻ ദ ഇയർ. ഇപ്പോൾ ഫസ്റ്റ് ലാൻഡ് മോർഗേജ് ബാങ്ക് എവിടെയാണ് സ്റ്റാർട്ട് ആക്കിയത്? പഞ്ചാബിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഏത് വർഷം എന്നാണ് ചോദിച്ചിരിക്കുന്നത്? 1920 ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം: ദ കമ്മിറ്റി ടു റിവ്യൂ അറേഞ്ച്മെൻറ്റ് ഫോർ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്രെഡിറ്റ് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് അണ്ടർ ചെയർമാൻഷിപ്പ് ഓഫ് ഡാഷ് റെക്കമെൻഡഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് നബാർഡ്. നബാർഡ് റെക്കമെൻഡ് ചെയ്ത ആരാണ്? D. ശിവരാമൻ കമ്മിറ്റിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് വാസ് നോട്ട് റെക്കമെൻഡേഷൻ ഓഫ് റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി. അതായത് റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ അല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ക്രിയേഷൻ ഓഫ് വയബിൾ യൂണിറ്റ് ആണ്. ബാക്കിയുള്ള സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് ആയാലും ലിങ്ക് ക്രെഡിറ്റ് വിത്ത് മാർക്കറ്റിംഗ് ആയാലും കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ഒക്കെ എന്താണ്? റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് നാഷണൽ കോപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷൻ ഈസ് സെറ്റ്. ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്താണ്? ഡൽഹിയാണ്.
അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ഓർഗനൈസിങ് വിച്ച് ടൈപ്പ് ഓഫ് സൊസൈറ്റീസ് ത്രൂ ഔട്ട് ദ കൺട്രി ദ ഓപ്പറേഷൻ ഫ്ലഡ് പ്രോഗ്രാം ഈസ് റിലേറ്റഡ് ടു. അപ്പോൾ ഈ ഓപ്പറേഷൻ ഫ്ലഡ് പ്രോഗ്രാം ഏതാണ്? നമ്മുടെ ഡയറി കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ്. ഇത് സംബന്ധിച്ച് എല്ലാ CSEB എക്സാമുകൾക്കും ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഷുവറായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഹാൻഡെക്സ് വാസ് ഫോംഡ് ഇൻ ദ ഇയർ. ഹാൻഡെക്സ് ഫോം ചെയ്തിരിക്കുന്ന വർഷമാണ് ചോദിച്ചിരിക്കുന്നത് 1961 ആണ്. നെക്സ്റ്റ് ദ ഫസ്റ്റ് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക് വാസ് സെറ്റപ്പ് ഇൻ. ആദ്യത്തെ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക് എവിടെയാണ് സ്ഥാപിച്ചതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എവിടെയാണ്? രാജസ്ഥാനിലുള്ള അജ്മീറിലാണ് ആദ്യമായിട്ട് സ്ഥാപിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. വിച്ച് പാർട്ട് ഓഫ് ബാങ്കിങ് റെഗുലേഷൻസ് ആക്ട് ഈസ് അപ്ലിക്കബിൾ ടു കോപ്പറേറ്റീവ് ബാങ്ക്സ്. കോപ്പറേറ്റീവ് ബാങ്കുകൾക്ക് അപ്ലിക്കബിൾ ആകുന്ന ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പാർട്ട് 5 ആണ്. പാർട്ട് 5 ആണ് അപ്ലിക്കബിൾ ആയിട്ടുള്ളത്. ദ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നബാർഡ് ഈസ്. നബാർഡിൻ്റെ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ബേർഡാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നാഷണൽ റൂറൽ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ട് ഈസ് ഓൺഡ് ആൻഡ് കൺട്രോൾ ഓഫ്. ആരാണ്? നബാർഡാണ് നാഷണൽ റൂറൽ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ടിൻ്റെ കൺട്രോൾ ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഷോർട്ട് ടേം ലോൺസ് ആർ ജനറലി ഫോർ എ പീരിയഡ് ഓഫ്. ഷോർട്ട് ടേം ലോൺസ് എന്ന് പറയുന്നത് എത്ര പീരീഡിലേക്ക് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. എത്ര പീരീഡിലേക്കാണ് ഷോർട്ട് ടേം ലോൺസ് എന്ന് പറയുന്നത്? 15 മന്ത്സിലേക്കാണ് ഷോർട്ട് ടേം ലോൺസുകൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സ്ട്രക്ചർ ഹാവ് ബീൻ ബേസ്ഡ് ഓൺ ദ കൺസെപ്റ്റ് ഓഫ് മ്യൂച്വലി വിത്ത് ഡാഷ് ഫങ്ഷൻസ് ഗോയിങ് ഹാൻഡ് ഇൻ ഹാൻഡ്. അതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ പറയുന്നത്. ത്രിഫ്റ്റ് ആൻഡ് ക്രെഡിറ്റ് ആണ്. ത്രിഫ്റ്റ് ആൻഡ് ക്രെഡിറ്റ്. ഇവിടെ പറഞ്ഞിട്ടുണ്ട് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സ്ട്രക്ചർ എന്നാണ്. അപ്പോൾ ത്രിഫ്റ്റ് ആൻഡ് ക്രെഡിറ്റ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് യുണീക്ക് ഫീച്ചേഴ്സ് ഓഫ് കോപ്പറേറ്റീവ്സ്. കോപ്പറേറ്റീവ്സിൻ്റെ യുണീക്ക് ഫീച്ചർ അല്ലാത്തത് ഏതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഡിപ്പെൻഡൻസ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. കിസാൻ ക്രെഡിറ്റ് കാർഡ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ഫിനാൻസിങ്. കിസാൻ ക്രെഡിറ്റ് കാർഡ് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? അതായത് പ്രൊഡക്ഷൻ നീഡ്സിനും കൺസംഷൻ നീഡ്സിനും വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആൻസർ എന്താണ്? സി. ബോത്ത് എ ആൻഡ് ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ദ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് 1904 കണ്ടെയ്ൻസ് ഓൺലി ഡാഷ് സെക്ഷൻസ്. അതായത് 1904 കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ടിൽ എത്ര സെക്ഷൻസ് ഉണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. എത്രയാണ്? 29 ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. അറ്റാച്ച്മെൻറ്റ് ബിഫോർ ജഡ്ജ്മെൻറ്റ് ഈസ് മെൻഷൻഡ് ഇൻ ഡാഷ് റൂൾ ഓഫ് KCS ആക്ട്. KCS റൂൾസിലെ എത്രാമത്തെ റൂൾസിലാണ് അറ്റാച്ച്മെൻറ്റ് ബിഫോർ ജഡ്ജ്മെൻറ്റ് പറഞ്ഞിട്ടുള്ളത്? ഏതാണ്? 93ലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ഒബ്ജക്റ്റ് ഓഫ് എ പ്രപ്പോസ്ഡ് സൊസൈറ്റി ഷാൽ ബി ഇൻ അക്കോർഡൻസ് വിത്ത് സെക്ഷൻ ഡാഷ് ഓഫ് ദ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്. അതായത് ഒബ്ജക്റ്റും പ്രതിപാദിക്കുന്ന സെക്ഷൻ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? സെക്ഷൻ 4ലാണ് ഒബ്ജക്റ്റ് പറഞ്ഞിരിക്കുന്നത്. സെക്ഷൻ 4ലാണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഡാഷ് സെക്ഷൻ ഓഫ് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഡീൽസ് വിത്ത് അമാൽഗമേഷൻ ഓഫ് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക് വിത്ത് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്. അപ്പം ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കിന് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കുമായിട്ട് അമാൽഗമേറ്റ് ചെയ്യുന്നത് പ്രതിപാദിക്കുന്ന സെക്ഷൻ ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്രയാണ്? 74H ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഡിസ്പോസൽ ഓഫ് നെറ്റ് പ്രോഫിറ്റ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഷാൽ ബി ദ ഡ്യൂട്ടി ഓഫ്. ആരുടെ ഡ്യൂട്ടിയാണ് ഡിസ്പോസൽ ഓഫ് നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്? ആരുടെ ഡ്യൂട്ടിയാണ്? ആനുവൽ ജനറൽ ബോഡിയുടെ ഡ്യൂട്ടിയാണ്. അതായത് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ പവർ ഓഫ് ലിക്വിഡേറ്റർ ഈസ് മെൻഷൻഡ് ഇൻ ഡാഷ് ഓഫ് സെക്ഷൻ ഓഫ് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്. അതായത് പവർ ഓഫ് ലിക്വിഡേറ്റർ മെൻഷൻ ചെയ്യുന്ന സെക്ഷൻ ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. സെക്ഷൻ എത്രയാണ്? 73ലാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ദ പ്രിലിമിനറി വോട്ടർ ലിസ്റ്റ് ഓഫ് എ മെമ്പർ ഈസ് പബ്ലിഷ്ഡ് ഇൻ ഫോം ഓഫ്. പ്രിലിമിനറി വോട്ടർ ലിസ്റ്റ് ഏത് ഫോമിലാണ് പബ്ലിഷ് ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഫോം നമ്പർ 34ലാണ് അങ്ങനെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി മേ ബി കോൾഡ് ബൈ. ആരാണ് സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് വിളിക്കുന്നത്? ബോത്ത് എ ആൻഡ് ബി ആണ്. കമ്മിറ്റിക്കും വിളിക്കാം, അതേപോലെ രജിസ്ട്രാറിനും സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിങ്ങിലേക്ക് വിളിക്കാം. അപ്പോൾ കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ബോത്ത് എ ആൻഡ് ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഡാഷ് മേ ബി സൂപ്പർസീഡ് ദ കമ്മിറ്റി ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഒരു
അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കമ്മിറ്റിയെ സൂപ്പർസീഡ് ചെയ്യാനുള്ള അവകാശം ആർക്കാണുള്ളത്? ഓപ്ഷൻ എ ആയ രജിസ്ട്രാർക്കാണ് അതുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ലാസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ് ഈസ് മെൻഷൻഡ് ഇൻ, എവിടെയാണ് ലാസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ് മെൻഷൻ ചെയ്തിരിക്കുന്ന കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് റൂൾ ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്? ഏതാണ്? 69 ആണ്. 69 സബ്സെക്ഷൻ 9 റൂളിൽ 9 അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ ഡിസിഷൻ ഓൺ അപ്ലിക്കേഷൻ ഫോർ ദ മെമ്പർഷിപ്പ് ഷാൽ ബി ടേക്കൺ വിത്തിൻ ഡാഷ് ഫ്രം ദ ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ഓഫ് സച്ച് ആപ്ലിക്കേഷൻ. അപ്പം മെമ്പർഷിപ്പിന് വേണ്ടിയിട്ടുള്ള ഒരാൾ മെമ്പർഷിപ്പിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ആപ്ലിക്കേഷൻ കിട്ടിയത് മുതൽ എത്ര ദിവസത്തിനുള്ളിലാണ് അല്ലെങ്കിൽ എത്ര മന്ത്സിനുള്ളിലാണ് ഡിസിഷൻ എടുക്കേണ്ടതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് 2 months ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഇൻ്റർലോക്ടറി ഓർഡേഴ്സ് ബൈ ദ ട്രിബ്യൂണൽ ഈസ് സ്പെസിഫൈഡ് ഇൻ, ഏത് സെക്ഷനിലാണ് സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്? സെക്ഷൻ എന്ന് പറയുന്നത് സെക്ഷൻ 86 സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ഒന്ന് നോക്കാം. 186 ഓഫ് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് റൂൾസ് 1969 ഡീൽസ് വിത്ത്. റൂൾ 186 എന്തിനാണ് ഡീൽ ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. എന്തിനാണ്? ക്വാളിഫിക്കേഷനാണ്. അപ്പോൾ ഇപ്രാവശ്യം ചോദിച്ച ക്വസ്റ്റ്യനുകളിൽ സെക്ഷൻസ് ലാസ്റ്റ് ഭാഗത്ത് നിന്നാണ് നമ്മൾ കൂടുതൽ സെക്ഷൻസ് ചോദിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നോ മെമ്പർ ഓഫ് ദ സൊസൈറ്റി ഹൂ ഹാവ് ബീൻ എക്സ്പെൽഡ് അണ്ടർ സെക്ഷൻ 17 ഷാൽ ബി എലിജിബിൾ ഫോർ റീ അഡ്മിഷൻ ആസ് എ മെമ്പർ ഓഫ് ദ സൊസൈറ്റി ഫോർ എ പീരിയഡ് ഓഫ് ഡാഷ് ഫ്രം ദ ഡേറ്റ് ഓഫ് സച്ച് എക്സ്പ്ലഷൻ. അതായത് സെക്ഷൻ 17 പ്രകാരം മെമ്പറിനെ എക്സ്പെൽഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് റീ അഡ്മിഷൻ എടുക്കുന്നത് എത്ര വർഷം കഴിഞ്ഞിട്ടാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. എത്ര വർഷമാണ്? 1 year ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഇനി താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഓഡ് 1 ഫൈൻഡ് ഔട്ട് ചെയ്യണം. എന്തൊക്കെയാണ്? നോമിനേഷൻ രജിസ്റ്റർ, ലാബിലിറ്റി രജിസ്റ്റർ, റെസിപ്റ്റ് ബുക്ക്, രജിസ്റ്റർ ഓഫ് ലാൻഡ് കൾട്ടിവേറ്റഡ് ബൈ മെമ്പേഴ്സ്. ഏതാണ് ഓഡ് 1 എന്ന് പറയുന്നത്? റെസിപ്റ്റ് ബുക്കാണ് ഓഡ് 1. ഇനി അടുത്തത് തന്നിട്ടുണ്ട്, അതിലും ഓഡ് 1 ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഏതാണ്? മാർക്കറ്റ് ഫെഡ് ആണ് ഓഡ് 1 ആയിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ആസ് പെർ സെക്ഷൻ ഡാഷ് ദ നെയിം ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ടു ബി പബ്ലിഷ്ഡ്. ഏത് സെക്ഷൻ പ്രകാരമാണ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ നെയിം പബ്ലിഷ് ചെയ്യുന്നത്? 9A ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. അപ്പം നമ്മൾ ഈ സെക്ഷൻസൊക്കെ പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ഇന്ന് ഓർത്ത് വെക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മളിത് ഷോർട്ട് കട്ടായിട്ട് ഡീൽ ചെയ്യേണ്ട ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ പ്ലേലിസ്റ്റിൽ പോയിട്ട് ആ വീഡിയോ ഒന്ന് കാണണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഷോർട്ട് ട്രിക്കി വേയിലൂടെ ഇങ്ങനെയുള്ള സെക്ഷൻസുകൾ പെട്ടെന്ന് പഠിക്കാൻ വേണ്ടി പറ്റുള്ളൂ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ക്വസ്റ്റ്യൻ നമ്പർ 103 ആണ്. റൂൾ 59 റൂൾ 59 എന്താണ് ഡീൽ ചെയ്യുന്നത്? ഗ്രാറ്റുവിറ്റിയാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് റൂൾ 6 എന്താണ് ഡീൽ ചെയ്തത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. എന്താണ് റൂൾ 6 എന്ന് പറയുന്നത്? മോഡൽ ബൈലോസ് ആണ്. നെക്സ്റ്റ് പറയുന്നത് കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാന് അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നത് ഏത് സെക്ഷൻ പ്രകാരം എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഏത് സെക്ഷനാണ്? 69A ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആസ് പെർ റൂൾ 35B ദ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ ഹു ഷാൽ ബി ആൻ ഓഫീസർ ഡാഷ് ഓഫ് ദ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ്. അതായത് പറഞ്ഞിരിക്കുന്നത് റൂൾ 35B പ്രകാരം സെക്രട്ടറി ഓഫ് ദ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് ഏത് റാങ്കിലുള്ള ഓഫീസർ ആയിരിക്കണം എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. എന്താണ് ആൻസർ എന്ന് പറയുന്നത്? അതായത് നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് ജോയിൻറ്റ് രജിസ്ട്രാർ ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആർ എക്സംപ്റ്റഡ് ഫ്രം സർട്ടൻ ടാക്സസ്, ഫീസ് ആൻഡ് ഡ്യൂട്ടീസ് ആസ് പെർ ദ സെക്ഷൻ ഡാഷ്. അപ്പോൾ ഏത് സെക്ഷനാണ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിന് സർട്ടൻ ടാക്സസ് എന്നും ഫീസ് എന്നൊക്കെ ഒഴിവാക്കിയിട്ടുള്ളത്? ഏത് സെക്ഷൻ പ്രകാരം എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. സെക്ഷൻ 40 ആണ്. The next question, the maximum fee for monetary dispute before RCS above 1 lakh. മാക്സിമം അതായത് എബോവ് 1 lakhന് മുകളിലുള്ള മോണിറ്ററി ഡിസ്പ്യൂട്ടിന് RCSൻ്റെ കൊടുക്കുന്ന മാക്സിമം ഫീ എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്രയാണ്? 5,000 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പവർ ഓഫ് രജിസ്റ്റർ ടു ഗീവ് ഡിറക്ഷൻ ഈസ് ഇൻക്ലൂഡഡ് ഇൻ സെക്ഷൻ. പവർ ഓഫ് രജിസ്റ്റർ ടു ഗീവ് ഡയറക്ഷൻസ് അത് ഏത് സെക്ഷനിലാണ് ഇൻക്ലൂഡ് ആക്കിയിരിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഏത് സെക്ഷനിലാണ്? 66A ലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ക്വാളിഫിക്കേഷൻ ഓഫ് ഓഡിറ്റർ.
ഓഡിറ്ററുടെ ക്വാളിഫിക്കേഷൻ മെൻഷൻ ചെയ്തിരിക്കുന്ന റൂൾ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? 64A ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നോട്ടിംഗ് ചാർജ് ഈസ് നോട്ട് ആൻ എക്സ്പെൻസ് ടു. നോട്ടിംഗ് ചാർജ് എന്ന് പറയുന്നത് ആർക്കാണ് എക്സ്പെൻസ് അല്ലാത്തത്? ഡ്രോവർക്കാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഡീറ്റെയിൽസ് ഓഫ് സെയിൽസ്, എക്സ്പെൻസസ് എക്സെട്ര പ്രിപ്പയർഡ് ബൈ ദ കൺസൈനി ആൻഡ് സെൻഡ് ടു ദ കൺസൈനർ പീരിയോഡിക്കലി നോൺ ആസ്. അതായത് സെയിൽസിൻ്റെ ഡീറ്റെയിൽസ് അതുപോലെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എക്സ്പെൻസസ് ഒക്കെ കൺസൈനർക്ക് സെൻഡ് ചെയ്യും പ്രിപ്പയർ ചെയ്തിട്ട്. ഇത് എന്താണ്? പീരിയോഡിക് വൈസിലാണ് സെൻഡ് ചെയ്യുന്നത്. ഇത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് കറക്റ്റായിട്ടുള്ള ആൻസർ? അക്കൗണ്ട് സെയിൽസ് ആണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഫ്ലോട്ടിംഗ് അസറ്റ് ആർ ഓൾസോ നോൺ ആസ്. ഫ്ലോട്ടിംഗ് അസറ്റിന് എന്ത് പറയുന്നു? സർക്കുലേറ്റിംഗ് അസറ്റ്. ബാക്കിയൊക്കെ നോക്കിയാൽ നമുക്കറിയാം ഫിക്റ്റീഷ്യസ് അല്ല, ഫിക്സഡ് അല്ല, ഇൻടാഞ്ചിബിളും അല്ല. അപ്പോൾ ഇതാണ് സർക്കുലേറ്റിംഗ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഇൻ പർച്ചേസ് ബുക്ക് ഓൾ ഡാഷ് പർച്ചേസ് ഓഫ് ഗുഡ്സ് ആർ റെക്കോർഡഡ് എന്നാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. പർച്ചേസ് ബുക്കിൽ രേഖപ്പെടുത്തുന്നത് ക്രെഡിറ്റ് പർച്ചേസ് ആണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പീരിയഡ് കോസ്റ്റ് ആർ ഡാഷ് കോസ്റ്റ്. പീരിയഡ് കോസ്റ്റ് എന്ന് പറയുന്നത് എന്ത് കോസ്റ്റാണ്? ഫിക്സഡ് കോസ്റ്റാണ്. പീരിയഡ് കോസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫിക്സഡ് കോസ്റ്റാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡിപ്രീസിയേഷൻ അക്കൗണ്ടിങ് ഈസ് ആസ് പെർ. അതായത് ഏത് സ്റ്റാൻഡേർഡ് പ്രകാരമാണ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്? എന്താണ് കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്? IAS 4 പ്രകാരമാണ് ചാർജ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പ്രോഫിറ്റ് ഏൺഡ് അറ്റ് ദ ടൈം ഓഫ് ഫ്രീ ഇഷ്യൂ ഓഫ് ഫോർഫീറ്റഡ് ഷെയർസ്. അതായത് ഫോർഫീറ്റഡ് ഷെയർസിൻ്റെ സമയത്ത് നമ്മൾ ഏൺ ചെയ്യുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഏത് അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ക്യാപിറ്റൽ റിസർവ് ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വർക്കിംഗ് പ്രോഗ്രസ് ഈസ് ജനറലി വാല്യൂഡ് അറ്റ്. കോസ്റ്റ് പ്രൈസിലാണ് നമ്മുടെ വർക്കിംഗ് പ്രോഗ്രസ് അപ്പോഴും വാല്യൂ ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഔട്ട്സ്റ്റാൻഡിംഗ് വേജസ് അപ്പിയേഴ്സ് ഇൻ ദ ട്രയൽ ബാലൻസ് ടേക്കൺ ഓൺലി ഇൻ. അതായത് ട്രയൽ ബാലൻസിൽ അപ്പിയർ ചെയ്യുന്ന ഔട്ട്സ്റ്റാൻഡിംഗ് ബാലൻസ് എവിടെയാണ് എടുക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ലാബിലിറ്റി സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് ബാഡ് ഡെപ്റ്റ് വൺസ് റിട്ടേൺ ഓഫ് സബ്സീക്വൻ്റ്ലി റിക്കവേർഡ് ഇറ്റ് വിൽ ബി ഷൺ. അതായത് ഒരിക്കൽ എഴുതി തള്ളിയിട്ടുള്ള ബാഡ് ഡെപ്റ്റ് സബ്സീക്വൻ്റ് ആയിട്ട് റിക്കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എവിടെ കാണിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്രെഡിറ്റ് സൈഡ് ഓഫ് ദി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡാഷ് ഈസ് ക്രിയേറ്റഡ് ഫോർ ദി റീപ്ലേസ്മെൻറ്റ് ഓഫ് ഫിക്സഡ് അസറ്റ് ഓർ റീപേയ്മെൻറ്റ് ഓഫ് ലോങ് ടേം ലാബിലിറ്റീസ്. അതായത് ഫിക്സഡ് അസറ്റിൻ്റെ റീപ്ലേസ്മെൻറ്റിന് വേണ്ടിയിട്ടും ലോങ് ടേം ലാബിലിറ്റീസിൻ്റെ റീപേയ്മെൻറ്റിന് വേണ്ടിയിട്ടും ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് എന്താണ്? സിങ്കിങ് ഫണ്ടാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ഇതേ സംബന്ധിച്ച ക്വസ്റ്റ്യൻ കഴിഞ്ഞ പ്രാവശ്യത്തെ CSEB എക്സാമിനും ചോദിച്ചിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോവിങ്സ് ഈസ് ഫൈനലി അഡ്ജസ്റ്റ് ഇൻ ഡാഷ് അക്കൗണ്ട്. അതായത് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോവിങ്സ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് എവിടെയാണ്? ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്നാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ക്ലെയിം എഗെയിൻസ്റ്റ് അസറ്റ്സ് ഓഫ് ബിസിനസ് ഫേം ഈസ് കോൾഡ്. ക്ലെയിം എഗെയിൻസ്റ്റ് ദ അസറ്റ് ഓഫ് എ ബിസിനസ് ഫേം എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ ഇക്വിറ്റി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സെയിൽ ഓഫ് സ്ക്രാപ്പ് ഓൺ ക്രെഡിറ്റ് ഈസ് റെക്കോർഡഡ് ഇൻ. സെയിൽ ഓഫ് സ്ക്രാപ്പ് ഓൺ ക്രെഡിറ്റ്. അതായത് സ്ക്രാപ്പ് ക്രെഡിറ്റിന് സെയിൽ ചെയ്തത് എവിടെയാണ് റെക്കോർഡ് ചെയ്യുന്നത്? ജേർണൽ പ്രോപ്പറിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓൾ നോമിനൽ അക്കൗണ്ട് ടോട്ടൽസ് ആർ ട്രാൻസ്ഫേർഡ് ടു ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബൈ പാസിംഗ് ടു അഷൻഡ്. അതായത് എല്ലാ നോമിനൽ അക്കൗണ്ട്സിൻ്റെ ടോട്ടലും ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അത് ഏത് എൻട്രി പാസ് ചെയ്തുകൊണ്ടാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. എന്നാണ് ക്ലോസിംഗ് എൻട്രി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഇഫ് വൈറ്റ് വാഷിംഗ് എക്സ്പെൻസസ് ഡെബിറ്റഡ് ഇൻ ബിൽഡിംഗ് അക്കൗണ്ട്. അതായത് ബിൽഡിംഗ് അക്കൗണ്ടിൽ നിന്ന് വൈറ്റ് വാഷിംഗ് എക്സ്പെൻസസ് ആണ് ഡെബിറ്റ് ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ ഡിഡക്റ്റ് ചെയ്യുന്നതെങ്കിൽ അത് ഏത് എറർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് എററാണ്? എറർ ഓഫ് പ്രിൻസിപ്പിൾ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അൺകോൾഡ് പോർഷൻ ഓഫ് എ ക്യാപിറ്റൽ ഈസ് നോൺ ആസ്. എന്താണ്? റിസർവ് ക്യാപിറ്റൽ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. റിസർവ് ഫണ്ട് ഇൻവെസ്റ്റഡ് ഇൻ ഫിനാൻസിങ് ബാങ്ക് ഈസ്. അതായത് റിസർവ് ഫണ്ട്, അതായത് ഫിനാൻസിങ് ബാങ്കിൽ റിസർവ് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് എന്താണ് പറയുന്നത്? കറക്റ്റായിട്ടുള്ള ആൻസർ ആണ് അസറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഇൻകം അക്കൗണ്ടും എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? സർപ്ലസ് ഓർ ഡെഫിസിറ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ എ കോപ്പറേറ്റീവ് സൊസൈറ്റി അതായത് റെസിപ്റ്റ് ആൻഡ് ഡിസ്ബേഴ്സ്മെൻറ്റ് ഈസ് പ്രിപ്പയർഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഡാഷ് ആണ്.
എന്താണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്? ജനറൽ ലെഡ്ജറിൻ്റെ ബേസിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ബെസ്റ്റ് മെത്തേഡ് ഓഫ് ഡിപ്രീസിയേഷൻ അപ്ലിക്കബിൾ ടു വേസ്റ്റിംഗ് അസറ്റ്. വേസ്റ്റിംഗ് അസറ്റിൻ്റെ കേസിൽ ഏത് ഡിപ്രീസിയേഷനാണ് ബെസ്റ്റ് മെത്തേഡ് എന്നായിട്ട് പറയപ്പെടുന്നത്? ഏത് മെത്തേഡാണ്? ഔട്ട്പുട്ട് മെത്തേഡാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വെൻ പ്രൊപ്രൈറ്റർ യൂസ്ഡ് ഗുഡ്സ് ഫോർ ഹിസ് പേഴ്സണൽ യൂസ് അക്കൗണ്ട് ഈസ് ഡെബിറ്റഡ് ഇൻ. അതായത് പ്രൊപ്രൈറ്റർ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ടാണ് ഗുഡ്സൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എവിടെ നിന്നാണ് ഡെബിറ്റ് ചെയ്യുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഡ്രോയിങ്സിൽ നിന്നാണ് ഡെബിറ്റ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ക്രെഡിറ്റ് ബാലൻസ് ഓഫ് എ പേഴ്സണൽ അക്കൗണ്ട് ഇൻഡിക്കേറ്റ്. അതായത് പേഴ്സണൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിൽ അത് എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യും? എമൗണ്ട് പേയബിൾ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ഷോൺ ഇൻ ദ ബാലൻസ് ഷീറ്റ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ബാലൻസ് ഷീറ്റിൽ കാണിക്കാത്തത് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ ഇരിക്കുന്നത്. കണ്ടീജൻറ്റ് ലാബിലിറ്റിയാണ്. ബാക്കിയൊക്കെ ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്നതാണ്. നെക്സ്റ്റ്, ഇഫ് ദ സ്റ്റോക്ക് ഈസ് അണ്ടർ വാല്യൂഡ് ദ എഫക്റ്റ് വിൽ ബി. സ്റ്റോക്ക് അണ്ടർ വാല്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത് സീക്രട്ട് റിസർവ് എന്ന് പറയുന്നത് ക്രിയേറ്റ് ചെയ്യപ്പെടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പ്രൊവൈഡിങ് സേഫ് ലോക്കർ ഫെസിലിറ്റി ഈസ് എ ഡാഷ് ഫംഗ്ഷൻ. അതായത് ബാങ്ക് നമ്മുടെ സേഫ് ലോക്കർ ഫെസിലിറ്റികൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ഏത് ഫംഗ്ഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്? ജനറൽ യൂട്ടിലിറ്റി ഫംഗ്ഷനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് എ ഡാഷ് ഈസ് എ മെറ്റീരിയൽ ആൾട്രേഷൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ മെറ്റീരിയൽ ആൾട്രേഷൻ ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ക്രോസിങ് എ ചെക്ക് ബൈ എ ഹോൾഡർ. അതെന്തല്ലാണ്ട് മെറ്റീരിയൽ ആൾട്രേഷൻ അല്ല. ചേഞ്ചിങ് എ ജനറലി ക്ലോസ്ഡ് ചെക്ക് ഇൻ ടു സ്പെഷ്യൽ ക്ലോസിങ്. ജനറലി ക്ലോസിങ് ചെയ്തിട്ടുള്ള ചെക്ക് എന്താണ്? സ്പെഷ്യൽ ക്ലോസിങ്ങിലേക്ക് ചെയ്യുന്നത്. അതൊരു മെറ്റീരിയൽ ആൾട്രേഷൻ അല്ല. കൺവേർഷൻ ഓഫ് നോട്ട് നെഗോഷ്യബിൾ ക്ലോസിങ് ഇൻ ടു ഓർഡിനറി ക്ലോസിങ്. അതായത് നോട്ട് നെഗോഷ്യബിൾ ക്ലോസിങ് എന്ന് പറയുന്നത് ഓർഡിനറി ക്ലോസിലേക്ക് മാറുന്നതാണ് മെറ്റീരിയൽ ആൾട്രേഷനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഡാഷ് ഈസ് ദ റേറ്റ് അറ്റ് വിച്ച് സെൻട്രൽ ബാങ്ക് റീഡിസ്കൗണ്ട് ദ എലിജിബിൾ ബിൽ ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്. ഏത് റേറ്റിനാണ് റീഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കുന്നത്? ബാങ്ക് റേറ്റിനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഡാഷ് സ്റ്റാൻഡ്സ് ഫോർ പ്രൊവൈഡിങ് വാരിയസ് സർവീസ് റിലേറ്റിംഗ് ടു ദ ക്യാപിറ്റൽ മാർക്കറ്റ് ആൻഡ് ഫിനാൻസ് ടു കോർപ്പറേറ്റീവ് സെക്ടർ. എന്താണ് പറഞ്ഞിരിക്കുന്നത്? മർച്ചൻ്റ് ബാങ്കിങ് ആണ്. നെക്സ്റ്റ്, ദ റിവേഴ്സ് റിപ്പോ ഇൻട്രസ്റ്റ് ഈസ് കാൽക്കുലേറ്റഡ് ഓൺ. റിവേഴ്സ് റിപ്പോ നിരക്ക്, അതായത് ഈ ഇൻട്രസ്റ്റ് എങ്ങനെ എപ്പോഴാണ്? ഡെയിലി ബേസിസിലാണ് ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നബാർഡ് ഈസ് സ്റ്റാർട്ടഡ് ഫംഗ്ഷനിങ് ഫ്രം. വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ്. നബാർഡിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് 12th July 1982 ആണ്. അതേപോലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ലീഡ് ബാങ്ക് സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ്? ലീഡ് ബാങ്ക് സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തത് RBI ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഡാഷ് ബാങ്കിങ് ഈസ് നോൺ ആസ് ഓപ്പറേഷൻ ഫോർ ദ മാസസ്. ഒരുപാട് ആൾക്കാർക്ക് വേണ്ടിയിട്ട് റാദർ ദാൻ ക്ലാസസ്. അതിനാണ് റീറ്റെയിൽ ബാങ്കിങ് ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. പബ്ലിക് സെക്ടർ ബാങ്ക് ഇൻട്രൊഡ്യൂസ് ദ സ്കീം ഓഫ് ഡിഫറൻഷ്യൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻ ദ ഇയർ. അതായത് പബ്ലിക് സെക്ടർ ബാങ്കുകൾ ഡിഫറൻഷ്യൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. ഇത് ഏത് വർഷമാണ് തുടങ്ങിയതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. 1972 ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. 2 or more സെപ്പറേറ്റ് ബാങ്ക്സ് കം അണ്ടർ എ സിംഗിൾ മാനേജ്മെൻറ്റ്. 2 or അതിലധികമോ ബാങ്ക്സ് ഒരു സിംഗിൾ മാനേജ്മെൻറ്റിൻ്റെ കീഴിൽ വരുന്നത് എന്താണ് ചോദിച്ചിരിക്കുന്നത്? എന്താണ്? ചെയിൻ ബാങ്കിങ് ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ നാഷണലൈസ്ഡ് ബാങ്ക് ഡാഷ് മെർജ്ഡ് വിത്ത് പഞ്ചാബ് നാഷണൽ ബാങ്ക് ഇൻ 1993. ഏത് നാഷണലൈസ്ഡ് ബാങ്കാണ് പഞ്ചാബ് നാഷണൽ ബാങ്കുമായിട്ട് 1993 മെർജ് ചെയ്തിട്ടുള്ള എന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഏതാണ്? ന്യൂ ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യ ഫോളോ ഓഫ് ഡാഷ് സിസ്റ്റം ഓഫ് നോട്ട് ഇഷ്യൂ. ഏതാണ് നോട്ട് ഇഷ്യൂൻ്റെത്? മിനിമം റിസർവ് സിസ്റ്റമാണ്. നെക്സ്റ്റ്, സിബിൽ സ്റ്റാൻഡ്സ് ഫോർ. എന്താ സിബിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? അതായത് ക്രെഡിറ്റ് ഇൻഫർമേഷൻ ബ്യൂറോ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫിക്സഡ് ഡെപ്പോസിറ്റ് റെസിപ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? എല്ലാവർക്കും അറിയാം, നോട്ട് ട്രാൻസ്ഫറബിൾ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് കസ്റ്റമർ ഓഫ് എ ബാങ്ക് കുഡ് നോട്ട് ബി ട്രേസ്ഡ് ദ ബാങ്കർ യൂഷ്വലി ട്രാൻസ്ഫേഴ്സ് ദ ബാലൻസ് ടു ഡാഷ് അക്കൗണ്ട് ടു ക്ലോസ് ദ അക്കൗണ്ട്. അതായത് ഒരു ബാങ്കിലത്തെ കസ്റ്റമറെ ട്രേസ് ഔട്ട് ചെയ്യാൻ വേണ്ടി പറ്റിയില്ലെങ്കിൽ അങ്ങനെയുള്ള കസ്റ്റമറുടെ ബാലൻസുകൾ ഏത് അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ വേണ്ടി ഏത് അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുക? അൺക്ലെയിംഡ് ഡെപ്പോസിറ്റ്. ഇനി സർഫേസി ആക്ട് അപ്ലിക്കബിൾ അല്ലാത്തത് എത്ര ലക്ഷത്തിന് മുകളിലാണ്? എത്രയാണ് ചോദിച്ചത്? ഡെപ്റ്റ് ബിലോ ഡാഷ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് 20. സർഫേസി ഡസ് നോട്ട് അപ്ലൈ ടു ദ ലോൺ. ഡെപ്റ്റ് ബിലോ എന്താണ്?
20% ഓഫ് ദി ലോൺ ഗിവൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. RBI reduces the validity period of check from 6 months to 3 months. അതായത് ആദ്യമൊക്കെ നമ്മുടെ ചെക്കിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് 6 months ആയിരുന്നു, പിന്നീടാണ് 3 monthsലേക്ക് റെഡ്യൂസ് ചെയ്തത്. അത് ഏത് വർഷം മുതൽ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? 1st April 2012 മുതലാണ് അങ്ങനെ ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ബാങ്കർ റിവീൽസ് ദ സീക്രട്ട് ഓഫ് കസ്റ്റമർ അക്കൗണ്ട് ഓൺ ദ റിക്വസ്റ്റ് ഓഫ് ഫെലോ ബാങ്കർ. അതായത് ഫെലോ ബാങ്കറുടെ റിക്വസ്റ്റ് പ്രകാരം ഒരു ബാങ്ക് കസ്റ്റമറുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് കൈമാറുന്നുവെങ്കിൽ അതിനെന്താണ് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ബാങ്കേഴ്സ് കേഴ്സി എന്നാണ് അതിനെ പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സെൻഡിങ് ഇലക്ട്രോണിക് ഇമേജ് ഓഫ് എ ചെക്ക് ഫോർ ക്ലിയറിംഗ് ഇൻസ്റ്റെഡ് ഓഫ് ഫിസിക്കൽ മൂവ്മെൻറ്റ്. അതായത് ഇലക്ട്രോണിക് ഇമേജ്, ചെക്കിൻ്റെ ഇലക്ട്രോണിക് ഇമേജ് ക്ലിയറിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് സെൻഡ് ചെയ്യുന്നത് എന്താണെന്ന് പറയുന്നതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നതാണ് ചെക്ക് ട്രങ്കേഷനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യൂഷ്വലി ദ ബാങ്കർ ഓപ്പൺ ആൻ അക്കൗണ്ട് ഇൻ ദ സെയിം നെയിം ഓഫ് ദ ബോറോവർ ആൻഡ് ഡെപ്പോസിറ്റ് ദ ലോൺ എമൗണ്ട് ഇൻ ഇറ്റ്. ദിസ് ഡെപ്പോസിറ്റ് ഇറ്റ് നോൺ ആസ് ഡാഷ്. അതായത് സാധാരണയായിട്ട് എന്താണ് ബാങ്കർ എന്ത് ചെയ്യും? ബോറോവറുടെ പേരിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് അതേ ലോൺ എമൗണ്ട് അതിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നതിന് എന്താണ് പറയുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. എന്താണ്? ലോൺ ഡെപ്പോസിറ്റാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ലോൺ ഡെപ്പോസിറ്റാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഡാഷ് എൻഡോഴ്സ്മെൻറ്റ് വാൺസ് ദ എൻഡോഴ്സി ദാറ്റ് എൻഡോഴ്സർ ഈസ് ആൻ ഏജൻറ്റ് വിത്ത് ലിമിറ്റഡ് അതോറിറ്റി. താഴെ കൊടുത്തിരിക്കുന്നവരിൽ ഏത് എൻഡോഴ്സ്മെൻറ്റാണ് എൻഡോഴ്സിയെ വാൺ ചെയ്യുന്നത്? എന്താണ്? എൻഡോഴ്സർ എന്ന് പറയുന്നത് ഏജൻറ്റ്, ലിമിറ്റഡ് അതോറിറ്റി ഉള്ള ഏജൻ്റ് ആണെന്ന് വാൺ ചെയ്യുന്നത് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. പെർപ്രോ ആണ് അങ്ങനെ വാൺ ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഡാഷ് ഈസ് ദ പ്രോസസ് ബൈ വിച്ച് ഇല്ലീഗൽ ഫണ്ട്സ് ആൻഡ് അസറ്റ് ആർ കൺവേർട്ടഡ് ഇൻ ടു ലെജിറ്റിമേറ്റ് ഫണ്ട് ആൻഡ് അസറ്റ്. അതായത് ഇല്ലീഗൽ ഫണ്ട്സും അസറ്റും ലെജിറ്റിമേറ്റ് ഫണ്ട് ആൻഡ് അസറ്റായിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സ് ഏതാണെന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? മണി ലോണ്ടറിങ് ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഡാഷ് is a short term financing which are granted to industrial establishment and is the large or long term financing. എന്താണ് കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്? ബ്രിഡ്ജ് ലോൺ ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡാഷ് ഈസ് എ കണ്ടീഷൻ ഇൻ വിച്ച് ദർ ഈസ് ആൻ ഇമ്മീഡിയറ്റ് ഡിക്ലൈൻ ഇൻ ദ അവൈലബിലിറ്റി ഓഫ് ലോൺ ഓർ ക്രെഡിറ്റ്. അതായത് ലോണിൻ്റെയും ക്രെഡിറ്റിൻ്റെയും ഇമ്മീഡിയറ്റ് ഡിക്ലൈനിനാണ് എന്താണ് വിളിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. എന്താണ്? ക്രെഡിറ്റ് ക്രഞ്ച് ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഷോർട്ട് നോട്ട് ഗിവൺ ബൈ എ ബാങ്കർ ടു പോയിൻ്റ് ഔട്ട് ദ റീസൺസ് ഫോർ ഡിസോണർ ഓഫ് എ ചെക്ക്. കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് റിട്ടേൺ മെമ്മോ ആണ്. എന്താണ് ചോദിക്കുന്നത്? ചെക്ക് ഒരു ഡിസോണർ ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റീസൺ ബാങ്കർ ഷോർട്ട് നോട്ട് ആക്കിയിട്ട് കാണിക്കും. അത് എന്താണ് വിളിക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. റിട്ടേൺ മെമ്മോ ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്.